നിവിനും ആസിഫും ആ റൂമിലേക്ക് കടന്നു വരുന്നു. അവിടെ മറ്റ് 3 പേര് ഇരിപ്പുണ്ട്, ലാപ്ടോപ്പും ഒക്കെ ആയിട്ട്. അവരവിടെ ഇരുന്ന് ഷെയർ മാർക്കറ്റ് ഡിസ്കഷൻ ഒക്കെയാണ്. എടാ ലോസിനാണോ പോകുന്നത്? അപ്പോൾ അടുത്ത ആൾ, എടാ മൂവിങ് ആവറേജ് 2050 ക്രോസ് ചെയ്തിട്ടില്ല, നീ എന്തേലും എൻട്രി എടുക്കും, എത്രയും പെട്ടെന്ന് എക്സിറ്റ് ആയിക്കോ, അടുത്ത ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഫണ്ട് വേണ്ടേ. അപ്പം മൂന്നാമൻ പറഞ്ഞു കൊടുക്കുന്നു, എടാ ഇൻറ്റേർണൽ വോളിയം കൂടുതലുള്ളത് നോക്കണം, ഇൻഡെക്സ് വോളിയം കൂടുന്നുണ്ടോ, കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കാവൂ. നീ വെറുതെ GDPയുടെ വാർത്തയും കേട്ടിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഇന്ന് ചോദിക്കാതെയും പറയാതെ ഒരു എൻട്രി എടുക്കുമെന്ന്. എടാ GDPയുടെയൊക്കെ ടൂളൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. 10 കൊല്ലമായിട്ട് പഴയ ടൂളാണ്. ഇനി GDPയുടെ പുതിയ ടൂള് എടുത്തതിന് ശേഷമേ ഉള്ള ന്യൂസ് കൊണ്ടേ നമുക്ക് നേട്ടമുള്ളൂ. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു കൊടുക്കുന്നു, നീ ഒരു കാര്യം നോക്ക്, ഒന്നുകിൽ ഡബിൾ ബോട്ടത്തിൽ ഒരു എൻട്രി എടുക്കുക, ഒരു അപ്പ് ഒരു 10 മിനിറ്റ്സ് എങ്കിലും കഴിഞ്ഞിട്ട്. അതുപോലെ 4-5 രൂപ കുറയുകയാണെങ്കിൽ നീ അവിടെ എക്സിറ്റ് അടിച്ചോ, ലോസ് ബുക്ക് ചെയ്തോ. പിന്നെ അപ്പായി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് എത്താറാവുമ്പോൾ, അല്ലെങ്കിൽ സൈഡ് വൈസ് പോകുന്നതെന്ന് തോന്നുമ്പോൾ നീ അവിടുന്ന് എക്സിറ്റ് ആയിക്കോ. ഇത് കണ്ട് ആസിഫും നിവിനും, ആസിഫ് പറയുന്നു, ആശാന്മാർക്ക് എന്തോ പണി അറിയാം, നമുക്ക് വേണ്ട, വരവില്ല. എടാ നമുക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോയാലോ, അവിടെ BCVയിൽ വേക്കൻസി ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ നിവിൻ, വാ നമുക്ക് ഇൻ്റർവ്യൂ പോകാം, അല്ലേ നമ്മുടെ കയ്യിലുള്ള മൊത്തം തീരും, ഫുഡ് വേണ്ടേ. അപ്പോൾ ആസിഫ്, അതാ അവർ പറയുന്ന ലിക്വിഡിറ്റി ഗ്രാബിങ് അവസ്ഥ, നമ്മുടെ ഫണ്ട് തീർന്നു, ഇനി മര്യാദയ്ക്ക് പണിക്ക് പോകാം, അപ്പോൾ ഗ്രോത്ത് ഉണ്ടാവും. അതെ. അപ്പോൾ നിവിനൊരു ഡൗട്ട്, എടാ AI ഒക്കെ വന്ന് നടനാവാൻ പറ്റാതാകുമോ? AI സിനിമ ഒരു ചിത്രകാരൻ്റെ ഭിത്തിയിൽ തൂക്കിയിട്ട ചിത്രം, അതിനെത്ര ഫീൽ വരും? നമ്മളത് AI ചിത്രം എന്ന് അറിഞ്ഞല്ലേ കാണുന്നത്, പ്രിസർവേറ്റീവ് ചേർത്ത മിഠായി പോലെ.